മുന്നണി വിടുന്നു എന്ന് വലിയ അഭ്യൂഹങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. താങ്കളുടെ FB പോസ്റ്റ് വന്നു, പ്രമോദ് FB പോസ്റ്റ് വന്നു, തുടരുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ മറ്റും 3 പേരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താണ് നടക്കുന്നത്? അഭ്യൂഹങ്ങൾക്ക് ഒരു പ്രസക്തിയും കേരള കോൺഗ്രസിലില്ല. കേരള കോൺഗ്രസുകൾ അങ്ങനെ എക്കാലത്തും അഭ്യൂഹങ്ങൾ കിടക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മറ്റ് പല സ്ഥലത്തു നിന്ന് ഉദയം ചെയ്യാറുണ്ട്. അതിനൊക്കെ കേരള കോൺഗ്രസ് മറുപടി പറയുന്നത് വലിയ പാടാണ്. ഇതിൻ്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയിൽ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം MLA മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെന്താ അഭ്യൂഹം? പക്ഷേ ഈ റിപ്പോർട്ട് വരുമ്പോൾ താങ്കളും പ്രമോദ് നാരായണൻ മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുള്ളൂ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട്. ആര് പറഞ്ഞു? നിലവിൽ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞോ? പ്രമോദ് പറഞ്ഞോ? ഏതെങ്കിലും MLA മാർ പറഞ്ഞോ? അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി എന്തിനാണ് അങ്ങനെ ഞങ്ങൾ തന്നെ ചർച്ചയ്ക്ക് എടുക്കുന്നത്? ഇത് ഒരു വിസ്മയം സൃഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത് വല്ലാത്ത കൂത്തല്ലേ സത്യത്തിൽ. അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ലേറ്റസ്റ്റായ വാർത്തയാണല്ലോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നയം വ്യക്തമാക്കി. ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിൻ്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടലാണ്. MLA മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചാൽ നിങ്ങളെല്ലാം വായിച്ചു കാണുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയർമാനല്ലേ പറഞ്ഞിരിക്കുന്നത്. 2 LDF മീറ്റിംഗിൽ 2 LDF മീറ്റിംഗ് പങ്കെടുക്കുന്നില്ല, LDFന്റെ വലിയ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അല്ല, അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞുകൂടാ ആരോടെ ചർച്ച നടത്ത്. അത് ചർച്ച എന്ത് ചർച്ച? ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ്. ലിസ്റ്റ് നമ്പർ 1. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത്. അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ അഭ്യൂഹം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും? ഈ പുറത്ത് വരുന്ന കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്ത് ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട്. അല്ല, അതങ്ങനെ വന്നിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് 5 പേരോട് ഇരിക്കുകയല്ലായിരുന്നോ? ഇന്നലത്തെ ഉപവാസം വരുത്തി ഞങ്ങൾ 5 പേര് ഇരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. പിന്നെ എന്താ ഈ വാർത്തകൾ? LDFന്റെ മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണി ഉണ്ടാകും. അല്ല, ജോസ് കെ മാണിയുടെ പേരിലല്ലേ ഇപ്പോൾ ജാഥ നടത്തുന്നത്? ആണ്. ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടാവും ചോദിക്കുകയാണ്. അല്ല, അത് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ആര് പറയണം? അതിനങ്ങനെ ചോദിക്കുന്നത്. ഓ മാഷ് ആ ജാഥ പങ്കെടുക്കുകയാണ്, നിങ്ങൾ CPM MLA മാരോട് ചോദിക്കുമോ? വിനയ് വിശ്വൻ ജാഥ പങ്കെടുക്കുകയാണെന്ന് CPM MLA മാരോട് ചോദിക്കുമോ? അത് തന്നെയല്ലേ സെയിം എഫക്റ്റ് അല്ലേ ഇവിടെയും. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാലത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിൻ്റെ കാരണം ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDF സർക്കാർ തുടരും. LDF സർക്കാരിൽ LDFനൊപ്പം കേരള കോൺഗ്രസും തുടരും തന്നെയല്ലേ അങ്ങയുടെ പോസ്റ്റിൻ്റെ അർത്ഥം? ആരുടെ പോസ്റ്റിൻ്റെ? അങ്ങയുടെ തുടരുമെന്ന പോസ്റ്റിൻ്റെ അർത്ഥത്തിൻ്റെ. കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? അവിടെയാണല്ലോ പ്രശ്നം. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രാധാന്യം എന്തായിരിക്കും? സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടെ പാർട്ടിക്ക് എന്താണ് വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടി വരും. ജാഥയുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ അജണ്ട വന്ന അവിടെ വരും. പാർട്ടിയുടെ കമ്മിറ്റി കൂടുമ്പോഴല്ലേ അറിയുന്നേ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലെന്നേ. എൻ്റെ മോനെ, ഒരു സഭ ഒരു കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും സഭയും മേലധ്യക്ഷന്മാരും അങ്ങനെ പറയുന്ന ആൾക്കാരുമല്ല. ഇല്ല, ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒരു സഭാ പിതാക്കന്മാരും അവരവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയോ നയപരമായ ശ്രമങ്ങളിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു നേതൃത്വം കത്തോലിക്ക സഭയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കൊക്കെ അവരുടെ വിശ്വാസമുണ്ട്, തത്വപ്രമാണങ്ങളുണ്ട്. അതങ്ങനെയല്ലേ പോകേണ്ടത്. അതല്ലേ മതപരമായ കാര്യങ്ങളെ കാണുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു കാലത്തും അങ്ങനെയൊന്നും ഒരു മതാധ്യക്ഷന്മാരും ഇടപെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത വലിയ അതൃപ്തി കേരള കോൺഗ്രസ് മുന്നണിയുടെ സഭകൾക്കുണ്ട്. ദീപിക പത്രത്തിന്റെ മുഖപ്രസവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ വലിയ ആശങ്കയുണ്ടോ? അതിലെന്തെങ്കിലും? അല്ല, JB കോശി കമ്മീഷനെ കുറിച്ചുള്ള കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ യോഗം നടത്തിയ വിവരങ്ങളെല്ലാം പത്രത്തിൽ വന്നല്ലോ. ഈ തൊട്ട് കഴിഞ്ഞ ദിവസമല്ലേ CMന്റെ യോഗം നടന്നതിന് ശേഷമുള്ള വാർത്തകൾ വന്നത്. അപ്പോൾ ഒരു വിഷയം നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആസ്പദമാക്കി അല്ലല്ലോ ഒരു പാർട്ടിയും ജനാധിപത്യ ചേരിയിലെ പ്രവർത്തനമൊക്കെ നിൽക്കുന്നത്. നയപരമായ തീരുമാനങ്ങൾ, തത്വങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനമാണല്ലോ. അതൊക്കെ വ്യക്തമാക്കി ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന പാർട്ടി ചെയർമാൻ്റെ കുറിപ്പിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥ പ്രസൻറ്റ് ടെൻസിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെക്കുറിച്ചൊരു ആശങ്ക എൻ്റെ മുമ്പിലില്ല. എനിക്കിപ്പോൾ പോകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ ഓഫീസിൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ നിർവഹണം നടത്തേണ്ടതായിട്ടുണ്ട്. നിയമസഭാ നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കാര്യങ്ങളിലേക്ക് ഞാൻ വ്യാപൃതനാവുക. നോ പ്രോബ്ലം. ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല കേട്ടോ. സോണിയാഗാന്ധി പറഞ്ഞില്ല. എന്നാൽ ജോസ് കെ മാണിയായിട്ട് സംസാരിച്ചു വിവാദം ഉണ്ടായതിനു ശേഷം
പക്ഷേ ഞാൻ ഇനി എല്ലാ ദിവസവും സംസാരിക്കുന്നില്ലേ? ഇതെന്ത് വിവാദം? ശരിക്കും ഇങ്ങനെ കേൾക്കുന്നത് എന്ത് വന്നാലും റോഷി അഗസ്റ്റിൻ ഇടതുമുന്നോട്ട് പോകും. എന്ത് വന്നാലും ഇല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ബാക്കി പല MLA-മാരും ജോസ് കെ മാണിക്കൊപ്പം അങ്ങനെ യുഡിഎഫിലേക്ക് പോകുന്നു. അത് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല പറയേണ്ട ആരെങ്കിലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പോകാമെന്ന് പറയണ്ടേ? അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അതിന് പ്രസക്തിയുള്ളൂ. ഇപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജോസ് കെ മാണിയുടെയാ. അതൊക്കെ പാർട്ടി കമ്മിറ്റി കൂട്ടെ. അതൊക്കെ പാർട്ടി കമ്മിറ്റി കൂടി പാർട്ടിനെ ആലോചിച്ചല്ലേ തീരുമാനം എടുക്കുന്നത്. ഓരോ അഭിയോഗങ്ങൾക്കും ഇടയില്ല. ഇതൊക്കെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എൻ്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെൻറ് ഭാഗമായി തുടരുന്നു, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? എല്ലാ MLA-മാർക്കും അവരുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എടുത്താനുണ്ട്? ശേഷിച്ച 3 മാസക്കാലം ഈ ജോലിയെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതിന് പകരം ഇപ്പം എന്ത് പ്രശ്നം? ഇടതു ഭരണം തുടരുമോ? ഇടത് ഭരണം സംശയമായിരിക്കുന്നത്. ഇടത് ഭരണം തുടരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രക്രിയയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ജനജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു പരിധിവരെയും അപ്പുറയും സാഹചര്യങ്ങൾക്കൊത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ് ആയിട്ടാണ് ഞാൻ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഇത്രയും പരിപാടികൾ നടക്കുന്നു, ഇടതുമുന്നണി യോഗം ചേരുന്നു, അതിനകത്തൊക്കെ ഈ പാർട്ടി ചെയർമാൻ പങ്കെടുക്കാത്തതിൽ തന്നെ അത് ചില അസൗകര്യങ്ങളും അസ്വസ്ഥതകളും സാഹചര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതൊക്കെ. അങ്ങനെയൊന്നും പങ്കെടുത്തില്ല എന്നും കൊണ്ടെന്താ കുഴപ്പമിരിക്കുന്നത്? അതിന് ഇടതുപക്ഷ മുന്നണിയിൽ ആർക്കും ആക്ഷേപമില്ലല്ലോ. അവരെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് കക്ഷി നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊരു വിഷയത്തിൽ പങ്കെടുക്കാൻ പറ്റിയാൽ ഇന്നിപ്പോൾ ഇടുക്കി ചെല്ലേണ്ടതായിരുന്നു. എനിക്കിന്ന് പോകാൻ പറ്റിയില്ല. ഞാൻ അവിടുത്തെ പ്രോഗ്രാമിലുള്ള ആൾക്കാരെ അറിയിച്ചു, എനിക്കിന്ന് ഓഫീസിൽ നിൽക്കേണ്ട കാര്യമുണ്ട്, വരാൻ പറ്റുന്നില്ല, നാളെ വരാൻ പറ്റുള്ളൂ. അതിനെന്താ കുഴപ്പമിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ സന്തോഷമായിട്ട് വരിക. ഇതിനകത്ത് ഒരു കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യവും ഒന്നും പറയാനില്ല. ലാസ്റ്റ് പോസ്റ്റ് ഇപ്പം ജോസ് കെ മാണിയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്നലെ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചു രാവിലെ. ഫേസ്ബുക്ക് അല്ല, വാർത്തയിൽ. ഫേസ്ബുക്ക് യുഡിഎഫിന്റെ പ്രഷറാണ്. UDF കേന്ദ്രങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങളാണോ ഇത്? അതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് എന്ത് പറയാൻ പറ്റുന്നേ? എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ജോസ് കെ മാണി ഒരു നിലപാടുള്ളവനെ അങ്ങനെ വെറുതെ കയറി സമീപിക്കാൻ പറ്റുമോ? ഇതെന്താ പറയുന്നത്? ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ, ആരോടും വിദ്വേഷമില്ല, അടുത്ത സൗഹൃദമുള്ളവരാ. അത് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എന്നും തുടരും. ഇത് വ്യക്തമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടി മുന്നോട്ട് പോണത്. ആ നിലപാടുകളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ അതൊക്കെയല്ലേ ഒരു പാർട്ടിയെ നയിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ പിണക്കങ്ങളൊന്നും ഇല്ല ആർക്കും. എന്തിനു പിണക്കം? UDF ഇരുന്ന സമയത്ത് LDF ഒരു നേതാക്കന്മാരോട്ട് എനിക്ക് പിണക്കമില്ല. ഞാൻ LDF നേതാവായ ശ്രീ CV വർഗീസിനോടാണ് നേരിട്ട് ഇടുക്കി 2 പ്രാവശ്യം മത്സരിച്ചത്. അത് കഴിഞ്ഞാണ് LDF വന്നത്. ആ വർഗീസാണല്ലോ പിന്നീട് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചത്. അന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലെതിരായി മത്സരിക്കുന്ന സമയത്തും രാത്രി തട്ടുകടന്ന് ചായ കുടിച്ച് പിരിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ടൈറ്റായിട്ടാണ് തോന്നുന്നു വർഗീസ് എന്ന് പറഞ്ഞപ്പം അവനോട് സീരിയസായിട്ട് പറഞ്ഞു, നീ ജയിക്കൂടാവൂ എന്ന് എന്നോട് പറഞ്ഞു. അത്രയും അടുത്ത ബന്ധം അക്കാലത്തും പുലർത്തിയിട്ടുണ്ട്. അത് UDF LDF നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസ്തയോടെ വിശ്വസിക്കുന്നൊരു വിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസിയാണ് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അടിയറ വെക്കുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ടായിട്ടില്ല. എല്ലാം ആലോചിച്ച് തീരുമാനിച്ചാണ് അന്ന് ഞങ്ങൾ തീരുമാനം എടുത്തത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. അത് തന്നെയാണ് ചെയർമാൻ ലാസ്റ്റ് വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.